റോപ്പോസോ ക്ലൗഡ് പറയണത് ഒരു ഓട്ടോമാറ്റിക് സപ്ലയറാണ്. ഈ ഓട്ടോമാറ്റിക് സപ്ലയർ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് മനസ്സിലാവില്ല. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഓർഡേഴ്സ് മൊത്തം ഫുൾഫിൽ ചെയ്തിട്ട് നമ്മളറിയാതെ തന്നെ ഫുൾഫിൽ ചെയ്ത് പോകുന്ന ഒരു മൊത്തം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആപ്പാണ് ശരിക്കും പറഞ്ഞാൽ റോപ്പോസോ ക്ലൗഡ്. അപ്പോൾ ഈ റോപ്പോസോ ക്ലൗഡിൽ വരുന്ന ഫ്ലോ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ വെച്ചിട്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ആ വെബ്സൈറ്റിൽ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ആഡ് ചെയ്യും. ആ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റോപ്പോസോ ക്ലൗഡ്. അപ്പോൾ റോപ്പോസോ ക്ലൗഡിൽ കുറച്ച് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന് ഇത്ര പ്രൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റിന് 250 രൂപ ഉണ്ട് ചോദിക്കാം. നമ്മളത് വെബ്സൈറ്റിൽ 500 രൂപയായിട്ട് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ സാധനം എന്താ ഷോപ്പിഫൈ ആപ്പും കണക്ട് ആയതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ഈ ഒരു റോപ്പോസോ ക്ലൗഡിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ, ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമറാണ് വിചാരിക്കുക. നിങ്ങളൊരു കസ്റ്റമർ വന്നിട്ട് എൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ആ സാധനം പർച്ചേസ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ എനിക്ക് വന്നല്ലോ, ഷോപ്പിഫൈയിൽ ഒരു ഓർഡർ വന്നു. അപ്പോൾ ഈ ഓർഡർ പെട്ടെന്ന് തന്നെ റോപ്പോസോ ക്ലൗഡ് കണക്റ്റഡ് ആയതുകൊണ്ട്, ആണ് ഞാൻ ഓട്ടോമാറ്റിക് ഉദ്ദേശിച്ചത്, കണക്റ്റഡ് ആയതുകൊണ്ട് റോപ്പോസോ അത് ഫെച്ച് ചെയ്യും. ഫെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അപ്പോൾ തന്നെ റോപ്പോസോയ്ക്ക് എത്തും. അപ്പോൾ ഈ റോപ്പോസോ എന്ത് ചെയ്യും, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന 500 ആണ്, അവരുടെ 250 ആണ്. അപ്പോൾ ഈ 500 രൂപയുടെ റേറ്റ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ ഓർഡർ ഫുൾഫിൽ ചെയ്യും. അപ്പോൾ അവർ ഏകദേശം ഒരു 24 മണിക്കൂറിനുള്ളിൽ ആ ഓർഡർ എന്താ പറയുക പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് AWV ജനറേറ്റ്, AWV എന്ന് പറയുന്നത് ട്രാക്കിംഗ് ലിങ്ക് അവർ ഡെലിവറിക്ക് റെഡിയാക്കി വെക്കും. അപ്പോൾ ഡെലിവറി ബോയ് വന്നിട്ട് ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് നമുക്ക് കിട്ടും. ആ ലിങ്ക് വഴി എത്ര ദിവസം എടുക്കും പ്രൊഡക്റ്റ് സെറ്റ് ആവുന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡാറ്റ മൊത്തം നമ്മൾ ഷോപ്പിഫൈക്ക് മൂവ് ഉണ്ടാവും. അതേപോലെ റോപ്പോസോക്കാർ മെയിലായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പായിട്ടോ തന്നെ കസ്റ്റമേഴ്സിനും അയക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സാധനത്തിൽ സാധാരണ ഭാഗ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു അപ്ഫ്രണ്ട് എമൗണ്ട് അടക്കേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ കൂടുതൽ ഇന്ത്യയിൽ വരിക. അപ്പോൾ നമുക്ക് ഇതൊന്നും അടക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ റോപ്പോസോ മൊത്തം അവർ തന്നെ ചെയ്തോളും. നമുക്ക് ഓർഡർ വന്നു, നമ്മൾ ആഡ് സ്പെൻഡ് ചെയ്ത ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ ഓർഡർ വന്നു, റോപ്പോസോ മൊത്തം ക്യാരി ഔട്ട് ചെയ്യും. അത് കസ്റ്റമർ പാക്കേജ് വെക്കൂ, ഷിപ്പിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് പോയിട്ട് ഔട്ട് ഫോർ ഡെലിവറി പറഞ്ഞാൽ കസ്റ്റമറിന് എത്താറായി. കസ്റ്റമറിന് എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമർ അത് ഡെലിവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു 5 ദിവസം ഒരു റിട്ടേൺ പീരീഡ് ഉണ്ട്. ആ 5 ദിവസം കൊണ്ട് കസ്റ്റമർക്ക് താല്പര്യം ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാൻ പറ്റും. അപ്പോൾ ആ 5 ദിവസത്തെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടിയ പ്രോഫിറ്റ്, ഇപ്പോൾ 500 രൂപയ്ക്കാണ് നമ്മൾ വിറ്റുന്നത്, ആ 250 നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, 250 രൂപ റോപ്പോസോൻ്റെ, 250 നമ്മുടെ, ആ 250 അവരുടെ എടുത്തിട്ട് ബാക്കി വരുന്ന 250 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ അയച്ചു തരും. അപ്പോൾ ഇവിടെ നമുക്കൊരു എമൗണ്ടിൻ്റെ സ്പെൻഡ് വരുന്നില്ല. അപ്പോൾ ഇനി റിട്ടേൺ വരുന്ന കേസ് വരുമ്പോൾ എന്താ വെച്ചാൽ, റിട്ടേൺ വരുമ്പോഴും നമ്മൾ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഈ അടുത്ത ഓർഡർ വന്നിട്ട് ഇതേപോലെ ഡെലിവർ ആയിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടുമല്ലോ, ആ പ്രോഫിറ്റിൽ നിന്ന് റിട്ടേൺ എമൗണ്ട് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് വാങ്ങും. അല്ലാതെ നമുക്ക് അവിടെ ഒരു പ്രോസസ്സ് മൊത്തം കണ്ടിന്യൂ ചെയ്യാൻ ഒരു എമൗണ്ട് ആവശ്യമില്ല. അതാണ് ഈ ഓട്ടോമാറ്റിക് സപ്ലയർ കൊണ്ടുള്ളത്. അതായത് നമുക്ക് വലിയതായിട്ടൊരു എഫേർട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല.